ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. എൻ്റെ ചാനലിൻ്റെ പേര് നോളജ് ബൂസ്റ്റ് സ്റ്റാർട്ട് ഇൻ വേൾഡ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാനിപ്പോൾ CSEBയുടെ എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനുള്ള ക്ലാസ്സുകളാണ് അപ്ലോഡ് ചെയ്യുന്നത്. 3-4 ക്ലാസ്സുകൾ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. നിങ്ങൾ എന്തായാലും മസ്റ്റായിട്ടും കാണണം, കാരണം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. സേവിങ് ബാങ്ക് ഡെപ്പോസിറ്റ് സ്കീം, ക്രെഡിറ്റ് കാർഡ്, അങ്ങനെ എപ്പോഴും ചോദിക്കുന്ന ഏരിയാസിൽ നിന്നുള്ള ഇതാണ് ഞാൻ എപ്പോഴും ഇടുന്നത്, വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. നിങ്ങളെല്ലാവരും കാണണം, സപ്പോർട്ട് ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഞാൻ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ, CSEBയുടെ എക്സാം നോട്ടിഫിക്കേഷൻ വന്നു. ജൂലൈ 2-ാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ്. എല്ലാവരും അപ്ലൈ ചെയ്യണം. അപ്പോൾ ഞാൻ നേരത്തെ അക്കൗണ്ടൻസിയുടെ കീ ഏരിയാസും അതുപോലെ തന്നെ ബാങ്കിങ്ങിൻ്റെ ഏരിയാസും ഞാൻ ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി അടുത്തതായിട്ടുമുള്ള മെയിൻ ഏരിയയാണ് വരുന്നത് എൻഡോസ്മെൻറ്റ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എൻഡോസ്മെൻറ്റ് വളരെയേറെ ഇമ്പോർട്ടൻ്റ് ആണ്. എൻഡോസ്മെൻറ്റ് എന്ന് വെച്ചാൽ എപ്പോഴും നമ്മൾ ഇങ്ങനെ ക്വസ്റ്റ്യൻസ് വരുന്നതാണ്, ഏത് ടൈപ്പാണ്, എക്സാമ്പിൾ ചോദിക്കാറുണ്ട്. നമ്മൾ ആകെ കുറച്ച് എൻഡോസ്മെൻ്റ് ആയിരിക്കും കേട്ടേക്കുന്നത്, പക്ഷേ കൂടുതൽ എൻഡോസ്മെൻറ്റുകളുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ക്ലാസ്സാണ് ഞാൻ ഇന്ന് അപ്ലോഡ് ചെയ്യുന്നത്. നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം. ജനറൽ ഓർ ബ്ലാങ്ക് എൻഡോസ്മെൻറ്റ്. ദ എൻഡോസർ സിംപ്ലി സൈൻസ് ഹിസ് നെയിം ഓൺ ദ ബാക്ക് ഓഫ് ദ ഇൻസ്ട്രുമെൻറ്റ് വിത്തൗട്ട് മെൻഷനിങ് ദ നെയിം ഓഫ് ദ പേഴ്സൺ ടു ഹൂം ഇറ്റ് ഈസ് പേയബിൾ. ഈ ജനറൽ ഓർ ബ്ലാങ്ക് എൻഡോസ്മെൻറ്റ് എന്ന് വെച്ചാൽ ജസ്റ്റ് സൈൻ ചെയ്യും, ഇൻസ്ട്രുമെൻറ്റിൻ്റെ ബാക്കിൽ ജസ്റ്റ് അദ്ദേഹത്തിൻ്റെ സൈൻ ചെയ്ത് നെയിമിൻ്റെ അടിയിൽ സൈൻ ചെയ്യും. ഒന്നും പറയില്ല ഏത് പേഴ്സണാണ് ഇത് പേയബിൾ, അങ്ങനെ ഒന്നും പറയാത്ത ഒരു ബ്ലാങ്ക് ആയിട്ടുള്ള ഒരു ഇതാണ്. ജസ്റ്റ് പേരും എൻഡോസർ സിംപ്ലി സൈൻ ചെയ്യും അദ്ദേഹത്തിൻ്റെ നെയിം. അത് മാത്രമാണ് ജനറൽ ഓർ ബ്ലാങ്ക് എൻഡോസ്മെൻറ്റ്. ഇറ്റ്സ് എ ബെയറർ ഇൻസ്ട്രുമെൻറ്റിനാണ് എഫക്റ്റ് വരുന്നത് മെയിനായിട്ട്. സെക്ഷൻ 16 ആണ് അത് ഡീൽ ചെയ്യുന്നത്. അപ്പോൾ ജനറൽ ഓർ ബ്ലാങ്ക് എൻഡോസ്മെൻറ്റ് രണ്ടും സെയിമാണ്. സെക്ഷൻ 16 ആണ് അത് വരുന്നത്. അടുത്തതാണ് സ്പെഷ്യൽ ഓർ ഫുൾ എൻഡോസ്മെൻറ്റ്. സ്പെഷ്യൽ ഓർ ഫുൾ എന്ന് വെച്ചാൽ ദിസ് ടൈപ്പ് ഓഫ് എൻഡോസ്മെൻറ്റ് ദ എൻഡോസർ വൈൽ സൈനിങ് ദ ഇൻസ്ട്രുമെൻറ്റ് മെൻഷൻ ദ നെയിം ഓഫ് ദ പേഴ്സൺ ടു ഹൂം ഇറ്റ് ഈസ് പേയബിൾ. നേരെ ഓപ്പോസിറ്റ്. സ്പെഷ്യൽ ഓർ ഫുൾ എന്ന് വെച്ചാൽ നമ്മൾ ആർക്കാണോ പേയബിൾ ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ പേര് സൈൻ ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ ആർക്കാണ് അത് പേ ചെയ്യേണ്ടത് അത് മെൻഷൻ ചെയ്യും പ്രത്യേകമായിട്ട്. ഓർ ടു ഓർഡർ ഓഫ് എ സ്പെസിഫൈഡ് പേഴ്സൺ ആഡ് ഡയറക്ഷൻ ടു പേ ദ എമൗണ്ട്. അല്ലെങ്കിൽ ഒരു സ്പെസിഫൈഡ് പേഴ്സണെ മെൻഷൻ ചെയ്യും, ഏത് ഡയറക്ഷനിലാണ് എമൗണ്ട് പേ ചെയ്യേണ്ടതെന്നുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ളത് പറയുന്നതാണ് സ്പെഷ്യൽ ഓർ ഫുൾ എൻഡോസ്മെൻറ്റ്. അപ്പോൾ അതിൻ്റെ വ്യത്യാസം മനസ്സിലായല്ലോ. ജനറൽ ഓർ ബ്ലാങ്ക് എൻഡോസ്മെൻറ്റ് എന്ന് വെച്ചാൽ ജസ്റ്റ് പേര് മെൻഷൻ ചെയ്യുള്ളൂ, പേരും സൈനും ചെയ്യുള്ളൂ. എൻഡോസറുടെ പേര് ആർക്കാ കൊടുക്കുന്നത് അത് മെൻഷൻ ചെയ്യുന്നില്ല. സ്പെഷ്യൽ ഓർ ഫുൾ എൻഡോസ്മെൻറ്റിലാണെങ്കിൽ നമ്മൾ ആർക്കാണ് പേ ചെയ്യുന്നത്, അത് എത്ര എമൗണ്ട് ആണെന്നൊക്കെ സ്പെഷ്യലായിട്ട് മെൻഷൻ ചെയ്യുന്നതാണ് സ്പെഷ്യൽ ഓർ ഫുൾ എൻഡോസ്മെൻറ്റ്. അടുത്താണ് റെസ്ട്രിക്റ്റീവ് എൻഡോസ്മെൻറ്റ്. ദിസ് എൻഡോസ്മെൻറ്റ് പ്രൊഹിബിറ്റ്സ് ആൻഡ് റെസ്ട്രിക്റ്റ് ദ ഫർദർ നെഗോസിയേഷൻ ഓഫ് ദ ഇൻസ്ട്രുമെൻറ്റ്. എന്ന് വെച്ചാൽ ആർക്കോ കൊടുക്കുന്ന അവർക്ക് മാത്രമാണ് അത് എൻഡോസർ അത് പേ ചെയ്യാനുള്ള റൈറ്റുള്ളൂ, വേറെ ആർക്കും പറ്റില്ല. അതാണ് അതിൻ്റെ പേരിൽ തന്നെ മെൻഷൻ ചെയ്യുന്നുണ്ട്, റെസ്ട്രിക്റ്റീവ്. പ്രൊഹിബിറ്റ് ആൻഡ് റെസ്ട്രിക്റ്റ് ഫർദർ നെഗോസിയേഷൻ, അതായത് ഒരാളുടെ നിന്ന് മറ്റൊരാളുടെയിലേക്ക് അങ്ങനെയൊന്നും പറ്റില്ല. ആർക്കാണോ എൻഡോസ് ചെയ്യുന്നത് അദ്ദേഹം മാത്രമാണ് അതെടുക്കാനുള്ള അദ്ദേഹത്തിന് മാത്രമേ എമൗണ്ട് എടുക്കാനുള്ള റൈറ്റുള്ളൂ. പേ ടു രാമൻ ഫോർ അക്കൗണ്ട് ഓഫ് ബി എന്ന് വെച്ചാൽ അല്ലെങ്കിൽ പേ ടു രാമൻ ഓൺലി, അതൊക്കെ എക്സാമ്പിളാണ്. പേ ടു രാം ഓൺ അക്കൗണ്ട് ഓഫ് ബിയുടെ അക്കൗണ്ടിൽ നിന്ന് രാമന് മാത്രം പേ ചെയ്യുക അല്ലെങ്കിൽ രാമന് മാത്രം പേ ചെയ്യുക എന്നൊക്കെ പറയുന്നതാണ് റെസ്ട്രിക്റ്റീവ് എൻഡോസ്മെൻറ്റ്. സ്പെസിഫൈഡ് പേഴ്സണെ മെൻഷൻ ചെയ്യും. സെക്ഷൻ 50 ആണ്, 50. അപ്പോൾ മനസ്സിലായില്ല, റെസ്ട്രിക്റ്റീവ് പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അത് ഇന്ന പേഴ്സണ് മാത്രമായിട്ട് റെസ്ട്രിക്റ്റ് ചെയ്തേക്കുന്നത്, പ്രൊഹിബിറ്റ് ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ പേര് മെൻഷൻ ചെയ്തിരിക്കും. കണ്ടീഷണൽ ഓർ ക്വാളിഫൈഡ് എൻഡോസ്മെൻറ്റ് എന്ന് വെച്ചാൽ ഇൻ ദിസ് കേസ് ദ ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ഇൻ ദ ഇൻസ്ട്രുമെൻറ്റ് ഇസ് മെയ്ഡ് ടു ഡിപ്പെൻഡ് ഓൺ ദ ഫുൾഫിൽമെൻറ്റ് ഓഫ് ദ കണ്ടീഷൻ മെൻഷൻഡ്. എന്താണ് എമൗണ്ട് നമുക്ക് എൻഡോസ് ചെയ്യാമെങ്കിൽ അതിനൊരു കണ്ടീഷൻ ഫുൾഫിൽ ചെയ്താൽ മാത്രമാണ് നമുക്ക് എൻഡോസ്മെൻറ്റ് എമൗണ്ട് കിട്ടുകയുള്ളൂ. അതായത് പേ ടു മിസ്റ്റർ എ വെൻ ഹി കംപ്ലീറ്റ് ഹിസ് PG, അതൊരു എക്സാമ്പിളാണ്. എ എന്ന് പറഞ്ഞ ഒരാൾ അദ്ദേഹത്തിൻ്റെ PG കംപ്ലീറ്റ് ചെയ്യുമ്പോൾ മാത്രം ഇത് പേ ചെയ്യുക എന്നുള്ള, അതുവരെയും അത് പേ ചെയ്യാൻ പറ്റില്ല. PG എടുത്തിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ എമൗണ്ട് കിട്ടില്ല. അതാണ് കണ്ടീഷൻ ഓർ ക്വാളിഫൈഡ് എൻഡോസ്മെൻറ്റ്. ഇൻ ദിസ് കേസ് ദ ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ഇൻ ദ ഇൻസ്ട്രുമെൻറ്റ് ഇസ് മെയ്ഡ് ടു ഡിപ്പെൻഡ് ഓൺ ദ ഫുൾഫിൽമെൻറ്റ് ഓഫ് ദ കണ്ടീഷൻ മെൻഷൻഡ് പേ ടു മിസ്റ്റർ എ വെൻ ഹി കംപ്ലീറ്റ്സ് ഹിസ് PG.
when he completes his PG. Paying bank is not bound to verify compliance of condition. The condition bind between endorser and endorsee only. പേയിങ് ബാങ്കിക്ക് അതൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. പേയിങ് ബാങ്കിക്ക് അത് കണ്ടീഷൻ ഫോളോ ചെയ്യുന്നോ ഇല്ലേന്നോ എന്നുള്ള അത് വെരിഫൈ ചെയ്യേണ്ട കാര്യമില്ല. ആ കണ്ടീഷൻ ശരിക്കും എൻഡോസർക്കും എൻഡോസിക്കും മാത്രമായിട്ടാണ് റെസ്ട്രിക്റ്റ് ചെയ്തേക്കുന്നത്. ആണ് കണ്ടീഷൻ ഓർ ക്വാളിഫൈഡ് എൻഡോസ്മെൻറ്റ്. ഒരു കണ്ടീഷൻ സ്പെസിഫൈ ചെയ്താൽ മാത്രം എമൗണ്ട് വിത്ഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ. അടുത്താണ് സാൻസ് റീകോഴ്സ് എൻഡോസ്മെൻറ്റ്. In this case, the endorser expressly excluded his own liability in case the instrument is dishonored. If the holder endorses it in a manner that he excludes his liability as an endorser and is not liable on such endorsement, pay ram or order without recourse to me. അന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ഇപ്പോൾ എൻഡോസ് ചെയ്യുന്ന ഇപ്പം എൻഡോസിക്ക് ഇപ്പോൾ എമൗണ്ട് കിട്ടണോ ഇല്ലേ അങ്ങനെ ഒരു ഇത് എഴുതാൻ ഇതിൽ പറ്റില്ല. അദ്ദേഹം ലയബിലിറ്റിയിൽ നിന്ന് ഒഴിവാകുന്നതാണ്. എൻഡോസർ ലയബിലിറ്റിയിൽ അദ്ദേഹത്തിൻ്റെ ലയബിലിറ്റി അത് ഡിസോണർ ആയാലും ഇപ്പോൾ ചെക്ക് ഡിസോണർ ആയാലും അദ്ദേഹത്തിന് അതിൽ ലയബിലിറ്റി ഇല്ല എന്നാണ് സാൻസ് റീകോഴ്സ്മെൻറ്റ് എൻഡോസ്മെൻറ്റ് തീരുമാനിക്കുന്നത്. ഇഫ് ദ ഹോൾഡർ എൻഡോസർ ഇൻ ദി മാനർ ദാറ്റ് ഈസ് എക്സ്ക്ലൂഡ്സ് ഹിസ് ലയബിലിറ്റി ആസ് ആൻ എൻഡോസർ ആൻഡ് ഈസ് നോട്ട് ലയബിൾ ഓൺ സച്ച് എൻഡോസ്മെൻറ്റ്. സെക്ഷൻ 52 പറയുന്നത് ആ എൻഡോസ്മെൻറ്റിൽ പിന്നെ അദ്ദേഹത്തിന് ഒരു ലയബിലിറ്റിയും ഇല്ല. പേ രാം ഓർ ഓർഡർ, രാമിന് ഓർഡർ അനുസരിച്ച് കൊടുക്കുക വിത്തൗട്ട് റിക്വസ്റ്റ് ടു മീ, അല്ലെങ്കിൽ എനിക്ക് തിരിച്ചത് ലയബിലിറ്റി വരേണ്ട കാര്യമില്ല എന്ന് മെൻഷൻ ചെയ്യുന്നതാണ് സാൻസ് റീകോഴ്സ്. ഇതെന്ന് വെച്ചാൽ ലയബിലിറ്റി എൻഡോസറുടെ ലയബിലിറ്റി ലിമിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ എൻഡോസ്മെൻറ്റ് നടത്തുന്നത്. സാൻസ് റീകോഴ്സ് എൻഡോസ്മെൻറ്റ് ലയബിലിറ്റി തിരിച്ച് അദ്ദേഹത്തിന് വരില്ല. അടുത്ത് സാൻസ് പ്രൈസ് എൻഡോസ്മെൻറ്റ് where the endorser does not want the endorsee or any subsequent holder to incur any expenses on his account on the instrument, he make a sans price endorsement. ഇതിൽ പറയുന്നത് വെച്ചാൽ എൻഡോസിക്കോ ഓർ ഏതെങ്കിലും സബ്സിക്വൻറ്റ് ഹോൾഡർക്കോ ഒരു എക്സ്പെൻസസും ഈ ഇൻസ്ട്രുമെൻറ്റിന് തുടർന്ന് ഉണ്ടാവാതിരിക്കാൻ എഴുതാണ് സാൻസ് പ്രൈസ് എൻഡോസ്മെൻറ്റ്. സാൻസ് റീകോഴ്സർ എൻഡോസർക്ക് ഒരു ലയബിലിറ്റി ഇല്ലാതിരിക്കാനാണ്. സാൻസ് പ്രൈസ് നേരെ ഓപ്പോസിറ്റായിട്ട് പേയിങ് അക്കൗണ്ടിനോ അതല്ലെങ്കിൽ എൻഡോസിക്കോ ഒരു എക്സ്പെൻസസും ഈ അക്കൗണ്ടിൽ നിന്ന് ഇൻകർ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എഴുതുന്നത്. ഇതാണ് സാൻസ് പ്രൈസ് എൻഡോസ്മെൻറ്റ്. അടുത്തതാണ് ഫാക്കൽറ്റീവ് എൻഡോസ്മെൻറ്റ്. എൻഡോസിങ് ആൻ ഇൻസ്ട്രുമെൻറ്റ് ദ എൻഡോസർ ഇംപ്ലൈസ്ലി പ്രോമിസ് ദാറ്റ് ഇൻ കേസ് ഓഫ് ഡിസോണർ ഹി വിൽ കോമ്പൻസേറ്റ് ദ ഹോൾഡർ ഇഫ് നോട്ടീസ് ഓഫ് ഡിസോണർ ഇസ് ഗീവൺ. എവരി എൻഡോസർ ഹാസ് സിമിലർ ലയബിലിറ്റി ഓൺ ദി ഇൻസ്ട്രുമെൻറ്റ് ആസ് എവരി പ്രിയർ പാർട്ടി is liable to a holder in due course till the instrument is discharged. ഫാക്കൽറ്റീവ് എന്ന് വെച്ചാൽ ഡിസോണർ ഇപ്പം ആ ഇൻസ്ട്രുമെൻറ്റ് എൻഡോസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റ് ഡിസോണർ ആയാൽ ഹി വിൽ കോമ്പൻസേറ്റ് ദ ഹോൾഡർ. അടുത്തതാണ് ഫാക്കൽറ്റീവ് എൻഡോസ്മെൻറ്റ്. എൻഡോസിങ് ആൻ ഇൻസ്ട്രുമെൻറ്റ് ദ എൻഡോസർ ഇംപ്ലൈഡ്ലി പ്രോമിസസ് ദാറ്റ് ഇൻ കേസ് ഓഫ് ഡിസോണർ ഹി വിൽ കോമ്പൻസേറ്റ് ദ ഹോൾഡർ ഇഫ് നോട്ടീസ് ഓഫ് ഡിസോണർ ഇസ് ഗീവൺ. അതായത് എന്തെങ്കിലും കാരണവശാൽ ഈ ഇൻസ്ട്രുമെൻറ്റ് ഡിസോണർ ആവുകയാണെങ്കിൽ ആ എൻഡോസർ തന്നെ അത് ഒരു പ്രോമിസ് കൊടുക്കുകയാണ്, അദ്ദേഹം ഇത് കോമ്പൻസേറ്റ് ചെയ്യാമെന്ന്. പക്ഷേ ഡിസോണറിൻ്റെ നോട്ടീസ് കൊടുത്താൽ മാത്രം. എവരി എൻഡോസർ ഹാസ് സിമിലർ ലയബിലിറ്റി ഓൺ ദി ഇൻസ്ട്രുമെൻറ്റ് ആസ് എവരി പ്രിയർ പാർട്ടി ഈസ് ലയബിൾ ടു എ ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സ് ടിൽ ദ ഇൻസ്ട്രുമെൻറ്റ് ഈസ് ഡിസ്ചാർജ്ഡ്. ഇത് പറയുന്നത് സെക്ഷൻ 35. എൻഡോസർ ആ ലയബിലിറ്റി ഇൻകർ ചെയ്യാം എന്നാണ് പറയുന്നത്. പക്ഷേ ഡിസോണർ വന്നാൽ മാത്രം, ഡിസോണറിൻ്റെ നോട്ടീസ് കിട്ടിയാൽ മാത്രം അദ്ദേഹത്തിന് ഗീവൺ കൊടുത്താൽ മാത്രം. സെക്ഷൻ 35. വെൻ എൻഡോസർ റെഡ്യൂസസ് ഹിസ് റൈറ്റ് ഓർ ഇൻക്രീസ് ഹിസ് ലയബിലിറ്റി ബൈ എക്സ്പ്രസ് വേർഡ്സ്. മെയിനായിട്ട് അതിൽ വന്നത് അദ്ദേഹത്തിൻ്റെ റൈറ്റ് ശരിക്കും എൻഡോസർ റൈറ്റ് അതിൽ പോവുകയാണ്. കാരണം അദ്ദേഹം അത് റീകോഴ്സ് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. ഓർ ഇൻക്രീസ് ഹിസ് ലയബിലിറ്റി, അദ്ദേഹത്തിൻ്റെ ലയബിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. എൻഡോസർ വേസ് കംസ് ഓഫ് ഹിസ് റൈറ്റ് ബൈ മീൻസ് ഓഫ് ആൻ എൻഡോസ്മെൻറ്റ്. എൻഡോസർക്കാണ് ലയബിലിറ്റി വരുന്നത് ഇഫ് ദ നോട്ടീസ് ഓഫ് ഡിസോണർ ഇസ് ഗീവൺ. An endorser, if he wished can waive his right to receive notice of dishonor by means of an endorsement. Pay S or order notice of dishonor waived. അങ്ങനെ പറയുന്നത് പേ എസ് ഓർ ഓർഡർ നോട്ടീസ് ഓഫ് ഡിസോണർ വേവ്ഡ് എന്ന് പറയുന്നത് ഫാക്കൽറ്റീവ് എൻഡോസ്മെൻ്റ് ആണ്. സെക്ഷൻ ഓർത്തിരിക്കണം, സെക്ഷൻ 35. അടുത്തതാണ് പാർഷ്യൽ എൻഡോസ്മെൻറ്റ്. ഇഫ് ഓൺലി എ പാർട്ട് ഓഫ് ദ എമൗണ്ട് ഓഫ് ദി ഇൻസ്ട്രുമെൻറ്റ് ഇസ് എൻഡോസ്ഡ് ഇറ്റ് ഇസ് കോൾഡ് പാർഷ്യൽ എൻഡോസ്മെൻറ്റ്. ഇറ്റ് ഇസ് നോട്ട് വാലിഡ് എൻഡോസ്മെൻറ്റ്. ആ പേരിൽ തന്നെ ഉണ്ടല്ലോ പാർഷ്യൽ എൻഡോസ്മെൻ്റ് എന്ന് വെച്ചാൽ ഒരു പാർട്ട്, ജസ്റ്റ് എമൗണ്ടിൻ്റെ ഒരു പാർട്ട് മാത്രം
ഇൻസ്ട്രുമെൻറ്റിൽ എൻഡോസ് ചെയ്താൽ പകുതിയോ കുറച്ചോ അതാണ് പാർഷ്യൽ എൻഡോസ്മെൻറ്റ്. അതൊരു വാലിഡ് എൻഡോസ്മെൻ്റ് അല്ല, നമുക്കറിയാലോ അതൊരു വാലിഡ് ആയിട്ടുള്ളതല്ല. അടുത്ത ഫോർജ്ഡ് എൻഡോസ്മെൻറ്റ്. ഇൻ ദിസ് എൻഡോസ്മെൻറ്റ് വിച്ച് ഇസ് മെയ്ഡ് ബൈ എ പേഴ്സൺ അതർ ദാൻ ബൈ ദ ഹോൾഡർ ബൈ സൈനിങ് ദ നെയിം ഓഫ് ഹോൾഡർ. ഇൻ ദിസ് എൻഡോസ്മെൻറ്റ് ദ പേയിങ് ബാങ്കർ ഗെറ്റ്സ് പ്രൊട്ടക്ഷൻ സെക്ഷൻ 85(1) പ്രൊവൈഡഡ് ഇറ്റ് ഈസ് റെഗുലർ. എന്ന് വെച്ചാൽ ഈ എൻഡോസ്മെൻറ്റ് നടത്തുന്നത് ഹോൾഡറല്ല, പകരം വേറൊരു പേഴ്സണാണ്. ഹോൾഡറുടെ സൈൻ ചെയ്തിട്ട് ഹോൾഡറുടെ സൈനിങ് ദ നെയിം ഓഫ് ഹോൾഡർ, ഹോൾഡറുടെ പേരും സൈൻ ചെയ്തിട്ട് വേറൊരാളാണ് അദ്ദേഹത്തിന് പകരം ഈ എൻഡോസ്മെൻറ്റ് നടത്തുന്നത്. പേയിങ് ബാങ്ക് അപ്പം എന്ന് വെച്ചാൽ പേയിങ് ബാങ്കിന് ഒരു പ്രൊട്ടക്ഷൻ വേണമല്ലോ, കാരണം ഹോൾഡറല്ലേ നടത്തുന്നത്. അപ്പോൾ ആ പേയിങ് ബാങ്കിനും ഒരു പ്രൊട്ടക്ഷനാണ് സെക്ഷൻ 85(1) പറയുന്നതനുസരിച്ച് പേയിങ് ബാങ്കിനും ഒരു പ്രൊട്ടക്ഷൻ അതിൽ കിട്ടുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇതിൽ പലതരത്തിലുള്ള കറപ്ഷൻസും ലീഗൽ ആക്ടിവിറ്റിയൊക്കെ നടക്കാൻ ചാൻസ് ഉള്ളതുകൊണ്ടാണ് ഹോൾഡർ നടത്താതെ വേറൊരാൾ നടത്തുമ്പോൾ അതിന് പേയിങ് ബാങ്കിന് കിട്ടുന്ന ഒരു പ്രൊട്ടക്ഷനാണ് സെക്ഷൻ 85(1) പ്രൊവൈഡഡ് ഇറ്റ് ഈസ് റെഗുലർ. അതാണ് ഫോർജ്ഡ് എൻഡോസ്മെൻറ്റ്. പേരിൽ തന്നെ നമുക്കറിയാലോ, ഇറ്റ്സ് നോട്ട് അത് ലീഗലായിട്ടുള്ള ഒരു എൻഡോസ്മെൻറ്റിൻ്റെ രീതിയല്ല. അടുത്താണ് pro endorsement. An agent signing an endorsement as an endorser and exclude himself his personal liability by using the word per pro. The per pro endorsement in this warns the endorsee that the endorser is an agent with limited liability. അതിൽ ഈ പെർ പ്രോയിൽ പറയുന്നത് പെർ പ്രോ എന്ന് വെച്ചാൽ എൻഡോസിനെ വാൺ ചെയ്യുന്നതാണ് എൻഡോസർ. ഇറ്റ്സ് ആൻ ഏജൻറ്റ് വിത്ത് അദ്ദേഹത്തിന് ലിമിറ്റഡ് ലയബിലിറ്റി ഉള്ളൂ എന്ന് വാൺ ചെയ്യുന്ന ഒരു എൻഡോസ്മെൻറ്റാണ് പെർ പ്രോ എൻഡോസ്മെൻറ്റ്. എ മൈനർ എൻഡോസസ് എ ചെക്ക് ക്യാൻ ബട്ട് ഹി വിൽ നോട്ട് ബി ലയബിൾ ആസ് എൻഡോസർ. ഒരു മൈനർക്ക് വേണമെങ്കിൽ എൻഡോസ് ചെയ്യാം ഒരു ചെക്ക്, പക്ഷേ അത് അദ്ദേഹം ലയബിൾ ആയിരിക്കില്ല എൻഡോസറിന് വേണ്ടിയിട്ട്. അങ്ങനെയൊക്കെ പറയുന്നതാണ് പെർ പ്രോ എൻഡോസ്മെൻറ്റ്. അതും നല്ല രീതിയിലുള്ള ഒരു എൻഡോസ്മെൻ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല, കാരണം അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ലയബിലിറ്റി തന്നെ എക്സ്ക്ലൂഡ് ചെയ്തിട്ടാണ് ഈ പെർ പ്രോ എൻഡോസ്മെൻറ്റ് നടത്തുന്നത്. അതാണ് അതിൻ്റെ മെയിനായിട്ടുള്ള കാര്യങ്ങൾ. എപ്പോഴും വരുന്നത് ജനറൽ, സ്പെഷ്യൽ, റെസ്ട്രിക്റ്റീവ്, കണ്ടീഷണൽസ് ആൻഡ് റിക്കോഴ്സൊക്കെയാണ്. ഇതൊക്കെ ഞാൻ എല്ലാ എൻഡോസ്മെൻറ്റും പറഞ്ഞപ്പോൾ ജസ്റ്റ് പറഞ്ഞെന്നുള്ളൂ. പിന്നെ പെർ പ്രോ എൻഡോസ്മെൻറ്റിൽ പറയുന്നത് വെൻ വൺ ഓഫ് ദ പ്രിയർ എൻഡോസസ് again becomes holder of the negotiable instrument act before maturity, it is called a negotiation bank. All parties subsequent to the said holder do not remain liable and cannot be sued. ഇത് പറയുന്നത് ഒരു മൈനർക്ക് വേണമെങ്കിൽ ഒരു ചെക്ക് എൻഡോസ് ചെയ്യാം, പക്ഷേ അണ്ടർ സെക്ഷൻ 26 വെച്ചിട്ട്. പക്ഷേ അദ്ദേഹം ലയബിൾ അല്ല, കാരണം അദ്ദേഹം മൈനറാണ്. അപ്പോൾ അതും മെയിനായിട്ട് നോക്കണം. ജനറൽ ബ്ലാങ്ക് എൻഡോസ്മെൻറ്റ് ജസ്റ്റ് സൈൻ ചെയ്യുന്ന പേരും വേറൊരു പേരും മെൻഷൻ ചെയ്യുന്നില്ല. സ്പെഷ്യൽ ഓർ ഫുള്ളിലാണെങ്കിൽ പേരൊക്കെ സൈൻ ചെയ്തിട്ടുണ്ട്. റെസ്ട്രിക്റ്റീവ് ആണെങ്കിൽ ഇന്ന ആൾക്കെന്ന് സ്പെസിഫൈ ചെയ്യുന്നുണ്ട്. കണ്ടീഷൻ ക്വാളിഫൈഡ് ആണെങ്കിൽ ഒരു കണ്ടീഷൻ ഫോളോ ചെയ്താൽ മാത്രം എന്ന് പറയുന്നതാണ്. സാൻസ് റീകോഴ്സ് ആണെങ്കിൽ റീകോഴ്സ് ചെയ്യുന്ന ഒരു കാര്യമാണ്. എൻ്റെ അടുത്ത് എൻഡോസർക്ക് റീകോഴ്സ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ പല ടൈപ്പ് ഉള്ളതുണ്ട്. പാർഷ്യൽ എൻഡോസ്മെൻറ്റ്, ഇറ്റ്സ് നോട്ട് ആൻഡ് വാലിഡ് എൻഡോസ്മെൻറ്റ്. ഇതിൽ പലതരത്തിൽ ചോദിക്കാം. ഒന്നല്ലെങ്കിൽ ഇങ്ങനെ കുറേ എക്സാമ്പിൾ വെച്ചിട്ട് പേരാമു ഓൺലി, പേരാം ഓൺ ദ അക്കൗണ്ട് ഓഫ് ഇന്ന കണ്ടീഷൻ, അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏതാണെന്ന് എക്സാമ്പിളിൽ കൂടെ അവർ ചോദിക്കുമ്പോൾ അത് ഏതാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ചിലർ സൈൻ മാത്രം ചെയ്യുന്നത്, പേരെഴുതുന്നത് ഒക്കെ ഏതാണെന്ന് ചോദിക്കണം. അപ്പോൾ പലതരത്തിലുണ്ട്. ഈ ഫോർജ്ഡും പെർപ്രോവും ഒക്കെ നമ്മളധികം കേൾക്കാത്തതാണ്. സാൻസ് റീകോഴ്സ് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളതൊക്കെ അറിഞ്ഞിരിക്കണം. ഇത്രയും എൻഡോസ്മെൻ്റ് ഉണ്ട്. 10 എൻഡോസ്മെൻറ്റ് ഞാൻ മെയിനായിട്ട് പറഞ്ഞിട്ടുള്ളൂ ഡീറ്റെയിൽഡായിട്ട്. ഇതിൽ ജനറലും സ്പെഷ്യലൊക്കെ നമ്മളെപ്പോഴും അറിഞ്ഞിരിക്കണം. അപ്പോൾ ബാങ്കിങ്ങിൽ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് എൻഡോസ്മെൻറ്റ്. അത് നമ്മൾ ചിലപ്പോൾ എക്സാമ്പിൾ ചോദിക്കുമ്പോൾ നമുക്കറിയാൻ പറ്റില്ല. സെക്ഷൻസും നമ്മളറിയണം. ജനറലിന് സെക്ഷൻ 16, റെസ്ട്രിക്റ്റീവിനാണെങ്കിൽ സെക്ഷൻ 50 ആണ്. എന്നാൽ സാൻസ് റീകോഴ്സിന് സെക്ഷൻ 52 ആണ്. ചില സെക്ഷൻസ് നമ്മൾ പഠിച്ചിരിക്കണം. സെക്ഷൻ 52, ഫാക്കൽറ്റീവിന് സെക്ഷൻ 35. അപ്പോൾ ഇത്രയും മെയിനായിട്ട് നന്നായിട്ട് പഠിച്ചിരിക്കണം. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ എൻ്റർ ചെയ്യാം. ഞാൻ ഇതിൻ്റെ എക്സാമ്പിൾ ഏതൊക്കെയാണ് അടുത്ത ക്ലാസ്സിൽ ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് എൻ്റെ വീഡിയോസ് ഞാൻ മുന്നോട്ട് കൊണ്ടുപോകുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലാസ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും റിവ്യൂസ് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും കമൻറ്റ് സെക്ഷനിൽ എൻ്റർ ചെയ്യണം. ഇയർഫോൺ വെച്ചിട്ട് ക്ലാസ് കേൾക്കാൻ ശ്രമിക്കുക. വളരെ ചെറിയ ടോപ്പിക്കുകളാണ് ഞാൻ എടുക്കുന്നത്. നിങ്ങളത് മാക്സിമം കാണാൻ ശ്രമിക്കുക. നേരത്തെയുള്ള ക്ലാസ്സുകളും കാണാൻ ശ്രമിക്കാം. ഫുൾ കാണാൻ ശ്രമിക്കണം. അപ്പോൾ ഓക്കെ, അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കായിട്ട് കാണുന്നവരെ ഓക്കെ, താങ്ക് യു.